ടോം കുര്യാക്കോസിലേക്ക് വീണ്ടും ഞാൻ പോവുകയാണ്. ടോം നിൽക്കുന്ന ജനറൽ ആശുപത്രി പരിസരത്തല്ലേ? അവിടെയും ഈ പറയുന്ന പോലെ വലിയ ജനത്തിരക്കുണ്ടോ? ഈ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടോ ഈ റോഡ് ഷോ തുടങ്ങുന്ന ആ സ്ഥലമായതുകൊണ്ട് തന്നെ? തീർച്ചയായും. കാരണം ഇവിടെ ഈ തൃശ്ശൂർ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററിലധികം ഈ സമ്മേളനം നടക്കുന്ന സ്ഥലം, ഈ മഹാസമ്മേളനം, സ്ത്രീകളുടെ മഹാസമ്മേളനം നടക്കുന്ന ആ സ്ഥലം വരെയാണ്, വേദി വരെയാണ് റോഡ് ഷോ നടക്കുന്നത്. ഇതിന്റെ ഈ വഴിയുടെ സ്വരാജ് റൗണ്ടിന്റെ ഇരുവശങ്ങളിലുമായി ബാരിക്കേഡ് കെട്ടിയും നിരവധി പ്രവർത്തകർ ഇപ്പോൾ തന്നെ അണിനിരത്തിട്ടുണ്ട്. ഈ ഏകദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ അല്പം വൈകുമെന്നറിയാം. പക്ഷേ എങ്കിൽ പോലും ഒരു 12 മണിക്ക് ശേഷം മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബസ്സുകളിൽ ഇവിടെ കൊണ്ടുപോയി ഇറക്കുന്നത്. അതായത് ഈ തൃശ്ശൂർ ജനറൽ ആശുപത്രിക്ക് മുൻപിലാണ് പ്രവർത്തകരെ ഇവിടെ എത്തിക്കുന്നത്. അതിനുശേഷം ഇവിടെ സമ്മേളന സ്ഥലത്തേക്ക് ഇവർ നടന്നു പോകുന്നുണ്ട്. പ്രധാനമന്ത്രിയെ ഈ ആശുപത്രിക്ക് തൊട്ട് നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ സ്വീകരിക്കും. ഇതിനുശേഷമാണ് ശരി, ഞാൻ അനുമോദിലേക്ക് പോകുന്നു. അനുമോദ്, ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ ജനറൽ ആശുപത്രി പരിസരത്ത് തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കുന്ന ഇടത്ത് തന്നെ വലിയൊരു ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. അനുമോദ് നിന്ന ഇടം ആദ്യം കണ്ട സാഹചര്യമല്ലല്ലോ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ സമയം എടുക്കുന്തോറും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിസര പ്രദേശങ്ങൾ മുഴുവനായും. ഇനിയും ആളുകൾ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തേക്കിൻകാട് മൈതാനം, ആ പരിസരം, സ്വരാജ് റൗണ്ട് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് ഈ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരെ അവിടെ എത്തിക്കുന്നുണ്ടോ BJP? എൽദോ എല്ലാ ജില്ലകളിൽ നിന്നുമില്ല, പക്ഷേ 7ഓളം ജില്ലകളിലെ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതായത് കണ്ണൂർ മുതൽ കോട്ടയം, എറണാകുളം വരെയുള്ള ജില്ലകളിലെ പ്രവർത്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം മണികണ്ഠനാൽ പരിസരമാണ്. ഇവിടെ നിന്നാണ് ഉള്ളിലേക്കുള്ള പ്രധാനപ്പെട്ട വഴി. ഇവിടെ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ട് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുള്ളൂ. അതാണ് നമുക്ക് ഇവിടെ ഒരു തിരക്ക് കാണപ്പെടുന്നത്. മാത്രമല്ല, വാഹനങ്ങളിൽ വരുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് ഉള്ളിലേക്ക് പ്രവേശനം. പുരുഷന്മാർ നമ്മൾ ഈ കാണുന്ന ഈ റൗണ്ടിൻ്റെ, സ്വരാജ് റോഡിൻ്റെ ഇരുവശത്തും ബാരിക്കേഡുകൾക്ക് ഉള്ളിൽ കാത്തു നിൽക്കേണ്ട രീതിയിലാണ് ക്രമീകരണങ്ങൾ ഉള്ളത്. അപ്പോൾ വന്നിറങ്ങിയ ആളുകൾ ഉള്ളിലേക്ക് നീങ്ങുന്നു. ആ സ്ത്രീകളെ പരിശോധനയ്ക്ക് ശേഷം ഉള്ളിലേക്ക് കടത്തിവിടുന്നു. വലിയ ഒരു ജനസഞ്ചയമാണ് നമുക്കിപ്പോൾ തൃശ്ശൂരിൽ കാണാൻ സാധിക്കുന്നത്. ജനസഞ്ചയം തൃശ്ശൂരിന് അത്ര പരിചിതമല്ലാത്ത ഒന്നുമല്ല. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സംഗമമാണ് തൃശ്ശൂർ പൂരം, ജനസംഗമമാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരത്തിന് സമാനമായ രീതിയിലുള്ളൊരു തിരക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളത് കാണാത്തത് കൃത്യമായി ഈ ബാരിക്കേഡുകൾക്കുള്ളിലാണ് ആളുകളെ നിൽക്കാൻ അനുവദിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. ഈ റോഡ് അല്പസമയത്തിനകം ശൂന്യമാകും. കാരണം മോദിയുടെ വാഹനം ജനറൽ ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലും, ഞാനിപ്പോൾ നിൽക്കുന്നത് ബാരിക്കേഡിന് പുറത്ത് റോഡിലാണ്, എനിക്ക് മാധ്യമങ്ങൾക്കടക്കം ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല, ഉള്ളിലേക്ക് മാറേണ്ടി വരും. അത്രമാത്രം വലിയൊരു സുരക്ഷാ മുന്നറിയിപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ട് പോലീസുകാർക്ക് പോലും ചിലപ്പോൾ നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം സെക്യൂരിറ്റിയാണ് SPGയുടെ നിർദ്ദേശങ്ങൾ, അത്രമാത്രം സുരക്ഷ നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തിരക്കൊക്കെ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഇല്ലാതെയാകും. കാരണം ആളുകളെ കൃത്യമായ നിർദ്ദേശിച്ച ഇടങ്ങളിലേക്ക് മാറ്റുന്ന നടപടികളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയാണ് ആ ഒരു കവാടമുള്ളത്. നമുക്ക് ഈ ഇത്രയും ദൂരമായതുകൊണ്ട് നമ്മുടെ ക്യാമറയിൽ അത് എത്രമാത്രം പതിയുമെന്നറിയില്ല. എങ്കിലും അഖിൽ, നമുക്ക് ആ ആളുകളെ പ്രവേശിപ്പിക്കുന്ന ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, മണികണ്ഠനാലിൻ്റെ പരിസരത്തുള്ള കവാടത്തിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെ നായ്ക്കനാൽ ഈ വഴി കടന്നു പോകുന്നവരെ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ മുൻപിലൂടെ പ്രത്യേകം ഒരുക്കിയ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് സദസ്സിലേക്ക് കടത്തിവിടുക. അങ്ങനെ 2 ലക്ഷത്തോളം വനിതകൾ ഈ ഒരു സദസ്സിലുണ്ടാകും. പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷം ആദ്യം ഇവിടെ എത്തി ഈ സദസ്സിലെ വനിതകളെ അഭിവാദ്യം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് പ്രവേശിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുള്ളൊരു കാത്തിരിപ്പാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നരേന്ദ്രമോദി 3ാം തവണയാണ് തൃശ്ശൂർ വരുന്നത്. പക്ഷേ മുൻപ് വന്നപ്പോഴൊക്കെ കാണാത്തത്ര ഒരു ജനത്തിരക്ക്, അത്രമാത്രം ഒരു BJPയുടെ ഒരു ശക്തി പ്രകടന വേദിയായിട്ട് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുള്ള ആദ്യ ചുവടുവയ്പ്പായിട്ടാണ്
2024 ജനുവരി 3-ാം തീയതിയിലെ ഈ സന്ദർശനത്തെ കാണേണ്ടത്. ഇനി 4-5 മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളൊന്നാണ് തൃശ്ശൂർ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപി എന്ന നടനാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്, അദ്ദേഹത്തിൻ്റെ താരമൂല്യമാണ്. രാഷ്ട്രീയത്തിനതീതമായി സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും, തൃശ്ശൂരിലെ ജനങ്ങളുടെ അംഗീകാരം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ വോട്ടുകൾ നഷ്ടമായ സാഹചര്യം, കഴിഞ്ഞ തവണ എവിടെയെല്ലാമാണ് വോട്ട് നേടാതെ പോയത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ആ ഇടങ്ങളിൽ ശക്തി കൂടുതൽ ശ്രദ്ധ കൊടുത്ത്, ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ക്രിസ്തീയ വോട്ടുകൾ അത് കുറെ കൂടി സമാഹരിക്കാനുള്ള നടപടികൾ, അതിനുള്ള ശ്രമങ്ങളാണ് BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. അത് കേവലം തൃശ്ശൂർ മാത്രം കേന്ദ്രീകരിച്ചിട്ടല്ല. BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ക്രിസ്തീയ വോട്ടുകൾ കൂടി ലഭിച്ചാൽ അത്ഭുതം സൃഷ്ടിക്കാനാകുമെന്ന് BJP കരുതുന്നുണ്ട്. അതിനെല്ലാമുള്ള ചുവടുവെപ്പായിട്ടാണ് ഇന്നത്തെ ഈ ഒരു സന്ദർശനത്തെ കാണുന്നത്. ഇനി വരും ദിവസങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കണം കേന്ദ്ര നേതാക്കൾ കുറെ കൂടി കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് BJPയുടെ പരിപാടികളിൽ പങ്കെടുക്കാനെത്തും. അത്തരത്തിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ BJP അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയാണ്. മറ്റു പാർട്ടികൾ ആലോചിച്ചു തുടങ്ങുന്നതിന് മുൻപേ ഈ ഒരു നടപടികളിൽ കടക്കാൻ കഴിയുന്നത് BJPയെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് തന്നെ ഈ ഒരു പരിപാടിയെ കാണുകയാണെങ്കിൽ മഹിളാ സമ്മേളനത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായ വീട്ടമ്മമാരിലേക്കും വനിതകളിലേക്കും എത്തിച്ച് അത് വീടുകളിലേക്ക് എത്തിച്ച് അതിൻ്റെ ഒരു സന്ദേശം വോട്ടായി മാറ്റുവാൻ ഉള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ 2-3 തലങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന്, സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തെ ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. കാരണം സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത, അദ്ദേഹത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും നമ്മൾ പല കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ സ്ത്രീകൾ കാത്തു പ്രായഭേദമന്യേ സ്ത്രീകൾ കാത്തു നിൽക്കുന്നത്, അദ്ദേഹത്തോട് സംസാരിക്കുന്നത്, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അത്തരത്തിൽ സ്ത്രീകൾക്കിടയിൽ സ്വീകാര്യനായ, ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളെ പോലും ഈ ഒരു ജനപിന്തുണ കൊണ്ട് മറുപടി നൽകാൻ കഴിയും. ഈ ഒരു ജനപിന്തുണ അതിനുള്ള മറുപടിയാണെന്ന് BJP നേതൃത്വം വ്യക്തമാക്കുന്നു. ഏത് തരത്തിലുള്ള പരാതിയാണ് ഉയർന്നത്, അത് രാഷ്ട്രീയമായിട്ട് എങ്ങനെ അതിനെ പ്രതിരോധിക്കണമെന്ന് BJP കൃത്യമായിട്ടറിയാം. ആ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന മഹിളാ സമ്മേളനമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രമാത്രം ശക്തമായൊരു സന്ദേശമാണ് BJP പ്രതിയോഗികൾക്ക് ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കേസെടുത്തതുകൊണ്ടോ മറ്റ് നടപടികൾ കാണിച്ചതുകൊണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. അത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്ന് BJP ആവർത്തിച്ച് പറയുകയാണ്. ഇന്നിപ്പോൾ 2 ലക്ഷം സ്ത്രീകളെ അണിനിരത്തി ആ സമ്മേളനത്തിൽ നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപിയെ ചേർത്ത് പിടിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്, വളരെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം. അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയായിരിക്കും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവുക. നിങ്ങൾ അദ്ദേഹത്തെ തൃശ്ശൂർ ഏൽപ്പിക്കണം. കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ സംഭവിച്ച പരാജയത്തിലെ പാഠങ്ങൾ പഠിച്ച് പരാജയപ്പെട്ടെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളിലും ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് തൃശ്ശൂരിൽ ഇപ്പോൾ സുരേഷ് ഗോപി ഉള്ളത്. അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമായിട്ടല്ല, അദ്ദേഹം ഇടപെട്ട പ്രശ്നങ്ങൾ അനവധിയുണ്ട്. അങ്ങനെ ആ തരത്തിൽ തൃശ്ശൂരുകാർക്കിടയിൽ തന്നെ സുരേഷ് ഗോപിക്ക് മറ്റൊരു വ്യക്തിത്വം, സ്വീകാര്യമായ മുഖം ഇപ്പോൾ ഉണ്ടെന്ന് BJP നേതൃത്വം കരുതുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സുരേഷ് ഗോപിയുടെ താരമൂല്യവും വ്യക്തിപ്രഭാവവും അതിനൊപ്പം BJPയുടെ കൃത്യമായ വോട്ട് ബാങ്കും അതിനെല്ലാം പുറമെ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലാണെങ്കിൽ പോലും അവരിലെ വോട്ടുകൾ സുരേഷ് ഗോപിയിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ, ഇതെല്ലാം തന്നെ ഇന്നത്തെ ഈ സമ്മേളനത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ്, വഴികളാണ്. നമുക്ക് ഇതിനെ എന്തുകൊണ്ട്